കൊണ്ടു നടക്കാനായിട്ടും എളുപ്പമുണ്ട്. അപ്പൊ നമുക്കിത് ഒരു സ്ഥലത്ത് എവിടെ വേസ്റ്റ് ഉണ്ടോ അവിടെ വെച്ച് കത്തിക്കാം. ഇപ്പൊ വീടിന്റെ ഫ്രണ്ട് വശത്തിന് അവിടെ കൊണ്ടുവച്ച് കത്തിക്കാം, പറമ്പിലാണ് അവിടെ കൊണ്ടുവച്ച് കത്തിക്കാം. അപ്പൊ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുവാണ്, കുറച്ച് കൂടുതൽ വേസ്റ്റ് ഉണ്ട്, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പറമ്പിന്റെ ഒരു മൂലയ്ക്കാണെങ്കിൽ അവിടെ എടുത്തോണ്ട് വെച്ച് കത്തിക്കാം. പോർട്ടബിൾ ആണ്. നമുക്ക് റൂഫ് ടോപ്പ് കൊണ്ട് വെക്കാം. ഓക്കെ, എവിടെ വെച്ചോളും കത്തിക്കാം. ഇത്രയും സ്പേസ് മതി കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1.5 അടി സ്പേസ് മതി ഇത് വെക്കാനായിട്ട്. ഹൈറ്റും ഇത്രേ വരുന്നുള്ളൂ. എടുത്തോണ്ട് നടക്കാനായിട്ട് പറ്റും. ഓക്കെ. ആരുടെ സഹായം ഇല്ലാതെ എടുത്തു നടക്കാനായിട്ട് വരും. വണ്ടിക്കകത്തും കയറും കേട്ടോ, ഏത് വണ്ടിക്കകത്താണെങ്കിലും കയറും. ഇത് കത്തിക്കുന്നതാണോ? ഇതിനിപ്പോ എന്താണേലും നമ്മൾ ഇതൊക്കെ പറഞ്ഞു, നമ്മൾ നമ്മുടെ മറ്റേ ഓൾഡ് പഴയതിനെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചതെന്ന് ഡൗട്ട് ഉണ്ടല്ലോ അല്ലേ? ചേട്ടന്മാരാണെങ്കിൽ ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എല്ലാം കാണിച്ചു തരും. ഞാൻ ജസ്റ്റ് ഈ ഒരു ഫർണസ് നോക്കുമായിരുന്നു. ഇതിനകത്ത് നോക്കുമ്പോഴേക്കും ഇത് ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേറെ നമ്മൾ ഒരു വിധത്തിൽ ഫ്യൂൽ ഒഴിക്കണ്ട, ഒന്നും വേണ്ട. ഇലക്ട്രിസിറ്റി ആവശ്യമില്ല, സർവീസിന്റെ ആവശ്യമില്ല, മെയിൻ്റെനൻസിന്റെ ആവശ്യമില്ല, ഒന്നുമില്ല. ഇവിടെ പേപ്പർ കത്തിച്ചിടുന്നു, എന്നാൽ ഡ്രൈ വേസ്റ്റ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും നോക്കുന്ന പോലെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്ത് കുറച്ച് സാധനം ഇട്ട് ചേട്ടന്മാരെ കത്തിച്ച് കാണിച്ചു തരും. അത് നമ്മൾ ഇതിനകത്തൊരു 3-4 ചിരട്ട ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡയപ്പർ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതായത് ജസ്റ്റ് ഫ്ലെയിം ആവാനായിട്ട് ചേട്ടന്മാരുടെ ഒരു പത്ര പേപ്പർ കത്തിക്കുന്നു. അപ്പൊ എന്റെ ഡൗട്ട് ഈ ചിരട്ടയിൽ ഇത് ചിരട്ട കത്തും ഇപ്പം? തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തീ പിടിക്കും. അല്ലെങ്കിൽ ഒരു ചിരട്ട കത്തിക്കണമെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇത് ഞാൻ അടുത്ത് ജസ്റ്റ് അല്ല, ഞാനത് ആലോചിച്ചത് പപ്പ പറഞ്ഞ കറക്റ്റാ. ചിരട്ട കത്തുന്നതിനെ ഞാൻ ആലോചിച്ചു. ചിരട്ട കത്തണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോരം കഷ്ടപ്പെടില്ല കത്തുന്നത്. നമുക്ക് ഇവിടുന്ന് നോക്കി അറിയാനായിട്ട് പറ്റും. ഇതിപ്പോ ചേട്ടാ എന്നെ സംഭവിക്കുന്നത് ഇതിനകത്ത് ശരിക്കും ഇപ്പൊ സൈഡിൽ നിന്ന് എയർ വലിച്ചിട്ട് ഫ്ലെയിമിനകത്ത് വട്ടം കറങ്ങുക. ഫ്ലെയിം പെട്ടെന്ന് ഇപ്പൊ തന്നെ ഇതിനകത്ത് ഒരു 400 ഡിഗ്രിക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട് ടെമ്പറേച്ചർ. ഇപ്പൊ 1 മിനിറ്റ് പോലും ആയിട്ടില്ല. ഉണ്ടോ? നമ്മൾ ജസ്റ്റ് ഒരു പത്ര പേപ്പർ കത്തിച്ചിട്ടതേ ഉള്ളൂ. അതെ, ഇപ്പൊ വന്നിരിക്കുന്ന ഫ്ലെയിം ആണ്. അതിൽ ഇത്രയും പെട്ടെന്ന് ഇത് കത്തിപ്പിടിക്കും. പുകയുണ്ടോ നോക്കിയോളൂ. 0 പുകയാണ് കേട്ടോ. സ്മൂത്ത്, വളരെ നേരിയ പുകയെ വരത്തുള്ളൂ. നമുക്കിപ്പോ കാണാൻ മാത്രം ഒന്നുമില്ല. എന്റെ അമ്മ, ചിരട്ടക്ക് ഇതിന് തീ പിടിച്ചു. തീ പിടിച്ചു. ഈ വീഡിയോ ഇത്ര നേരമായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് സമയം നോക്കി അറിയാം എത്ര നേരം കൊണ്ടാണ് ചിരട്ടയിൽ തീ പിടിച്ചതെന്ന്. ഒരു കാര്യം ചെയ്യാം, നമ്മളിത് മേടിച്ചതിന്റെ മെയിൻ ഉദ്ദേശം കുഞ്ഞുമറിയോ ഇഹാൻകുട്ടന്റെയും ഡയപ്പർ ഒരു ദിവസം തന്നെ ഒരു 4-5 ഡയപ്പർ അല്ല. ഇപ്പൊ ചേട്ടന്മാരാണെങ്കിൽ ഡയപ്പറിനകത്തേക്ക് നിറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇത് കണ്ടല്ലോ, സാമ്പിള് നമ്മുടെ ഇഹാൻകുട്ടൻ ഡയപ്പർ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഡയപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ഡയപ്പർ ആയിട്ട് കത്തിക്കാനായിട്ട് വരും? അഡൽട്ട് ഡയപ്പർ ആണെങ്കിൽ 2 എണ്ണം വരെ ഈ സ്റ്റിക്കർ കുത്തി വെക്കാം. കുട്ടികളുടെ ആണെങ്കിൽ ഒരു 4 എണ്ണം വരെ കുത്തി വെക്കാം. ചേട്ടന്മാർ പറയുന്ന വിഷയം ഇത് കുട്ടികളുള്ള വീട്ടിൽ മാത്രമല്ല, പ്രായമായിട്ടുള്ള ബെഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അഡൽട്ട് ഡയപ്പർ യൂസ് ചെയ്യുന്ന വീട്ടിലും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് കുത്താൻ നേരം ഈ സ്റ്റിക്കർ ഇങ്ങനെ ചൂടാക്കുക. ഓക്കെ, അതാകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തുളച്ചെടുക്കാനായിട്ട് പറ്റും. കുത്തി കയറ്റി വെക്കുക. സാനിറ്ററി പാർട്സ് ആണെങ്കിലോ? സാനിറ്ററി പാർട്സ് ഒക്കെ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. എത്ര എണ്ണം വരെ നമുക്ക് കത്തിക്കാണ്ട് പറ്റും? സാനിറ്ററി പാർട്സ് ഒക്കെ ആണെങ്കിൽ അത് ഒരു 10-30 എണ്ണം കൂടാതെ കെട്ടിയും ഇട്ട് കൊടുത്താൽ മതി. കത്തിക്കോളും. ഡയപ്പർ കത്തി പോകുന്ന ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ഫുള്ള് വെള്ളം ഒഴിച്ച ഡയപ്പറാണ്. 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കേട്ടോ. 3 ഡയപ്പറിനകത്തും കൂടെ കണ്ടോ, ഇവിടെ ഇരുന്ന് തന്നെ പെട്ടെന്ന് തന്നെ കത്തി തീർന്നു പോകും. അതല്ലെങ്കിൽ നമ്മൾ ഡയപ്പർ എങ്ങനെ കത്തിച്ചാലും ഡയപ്പർ എന്നാ പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ ഒഴിച്ച് കത്തി തീരത്തില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് കത്തി തീരും. ഇതുപോലെ ഈ 800 ഡിഗ്രി ചൂട് കത്തുമ്പോഴും നമുക്ക് ഈ ഒരു എത്ര ഡിഗ്രിയിലാണ് കത്തുന്നത്? 800 ഡിഗ്രിക്ക് മുകളിൽ. 800 ഡിഗ്രിയിലാണ് കത്തുന്നത്. ഈ ഒരു ലെഗും ഈ ഒരു ഹാൻഡിലും ചൂടാവത്തില്ല. നമുക്കിപ്പോ ഞാൻ ഒന്ന് പിടിച്ചോട്ടെ, എനിക്ക് നമുക്ക് ഇതിന്റെ അടുത്ത് പറ്റത്തില്ല. ഈ ഒരു ലെഗും ഇവിടെ 2 പിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ അടുത്തൊന്ന് മാറ്റി വെക്കണമെങ്കിൽ ഇങ്ങനെ കത്തിക്കൊണ്ട സമയത്ത് ഒന്ന് മാറ്റി വെക്കാം. ഞാൻ ഒന്ന് എടുത്ത് നോക്കട്ടെ. ചേട്ടൻ എടുത്ത് കാണിച്ചു തരുവേ. ഇത്രയും ചൂടുണ്ടെങ്കിലും ഇതിന്റെ ഈ ഒരു ഹാൻഡിലും ഈ ഒരു ലെഗും ചൂടാവത്തില്ല. അത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഡയപ്പർ കത്തിക്കുന്ന സമയത്തും സ്മോക്ക് ഇല്ല. വളരെ ചെറിയൊരു ഇതുണ്ട്. പപ്പ ചോദിക്കുന്നത് എന്താ പുകയില്ലാത്തതെന്ന്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെ കത്തിക്കത്തില്ല, അതെ പുകഞ്ഞല്ലേ പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ ഡയപ്പർ തീർന്നു. അതൊരു 100-150 ഡിഗ്രിയിലായിരിക്കും കത്തുന്നത്. ഇത് എത്ര ഡിഗ്രി? 800 ഡിഗ്രിക്ക് മുകളിലാണ്. 800 ഡിഗ്രിയിലാണ് കത്തുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ കത്തുമ്പോഴാണ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഹാൻഡിൽ പിടിക്കുക. ഹാൻഡിൽ ചൂടാവത്തില്ല. അടിപൊളി. ഇതിനകത്ത് ബാക്കി ഡയപ്പർ കത്തി തീർന്നു. നമ്മളിട്ട 3 ഡയപ്പറും വളരെ സിമ്പിൾ ആയിട്ട് കത്തി തീർന്നു. ഇത് വേർത്താണ് കേട്ടോ. അതുപോലെ തന്നെ സാനിറ്ററി പാഡ്സ് ചേട്ടന്മാരിടുവാണ്. അത് നമുക്ക് ആവശ്യമില്ല. എത്ര എണ്ണം വരെ കത്തിക്കാം? അത് ഒരു 10-30 മുളക് വറ്റൽമുളകാണ് ഇത്. കറച്ചാൽ വറ്റൽമുളക് ഇട്ടാൽ പോലും നമുക്ക് അടുത്ത് നിൽക്കാന്നുള്ള കാര്യം നമ്മൾ പോകണ്ടേ. ആരും ഓടണ്ട. വറ്റൽമുളക് സ്മെല്ല് വരത്തില്ല. അത് കാണിക്കാനായിട്ടാണ്. ഞാൻ അടുത്ത് നിൽക്കുവാണ് കേട്ടോ. അതിന്റെ ഈ ഹൈ ടെമ്പറേച്ചർ കാരണം കംപ്ലീറ്റ് കംപ്രഷൻ ആണ്. കംപ്ലീറ്റ് കത്തിത്തീരുക. ഇതിപ്പോ നമ്മൾ മറ്റൊരുമുളക് ഇട്ട് കത്തിച്ചാണല്ലോ നമ്മൾ അടുപ്പിലൊക്കെ പറഞ്ഞ ഇട്ട് നമുക്ക് മുടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുടി ഇട്ട് കൊടുത്താൽ പോലും മണം വരത്തില്ല. ഇതിനകത്ത് ഐഡിയ നമുക്ക് എല്ലാം കത്തിക്കാം.
ഡ്രൈ ആയിട്ടുള്ള ഒന്ന് കത്തിക്കാം, എന്നാൽ ഡയപ്പർ കത്തിക്കാം. ഡയപ്പർ അന്നേരം അകത്തോട്ടിട്ട് കൊടുക്കുമല്ല, സ്റ്റിക്കെ കുത്തിന്റെ മുകളിൽ വെക്കും. അത്രേ ഉള്ളൂ. പച്ചയില നമ്മളിപ്പോ വീട്ടിലും മുറ്റത്തുള്ള ചെറിയ ചെടികളുടെ ഒക്കെ നമ്മൾ വേസ്റ്റ് ഇത് കൊള്ളാം.